പുള്ളിയുടെ ഒരു ഭയങ്കര മുഴക്കമുള്ള ഒരു കനത്ത ശബ്ദമല്ലേ, അത് കേൾക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ നിന്ന് എനിക്ക് ഇങ്ങനെ തീയാ വരുന്നത്. സത്യത്തിൽ എല്ലാവർക്കും പേടിയുണ്ട് തിലകൻ ചേട്ടനെ, എന്നാലും എനിക്കാണ് കൂടുതൽ പേടി. ഞാനന്ന് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളാ. പെണ്ണിനെ ഇങ്ങോട്ട് പുറത്തോട്ട് വിളിച്ചിറക്കിക്കൊണ്ട് വാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം ഞാൻ പറഞ്ഞു, ഞാനിനി നാടകത്തിലൊന്നും അഭിനയിക്കത്തില്ല, ഞാൻ പോകുക, ഞാനിനി ഇവിടെ ഇനി ഇല്ലെന്ന് പറഞ്ഞു. ഒരു മണ്ണിട്ടാ താഴ്ന്നു പോകത്തില്ല, അത്ര ജനമായിരുന്നു അന്ന് നാടകം കാണാൻ. എൻ്റെ പേര് ശ്രീകല. ഞങ്ങൾ ശരിക്കും ഇടുക്കിയിലുള്ളവരാണ്. ഇപ്പൊ വർഷങ്ങളായിട്ട് നമ്മൾ കേശവദാസപുരത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു മകനുണ്ട്, മകന്റെ ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. ഇതാണ് നമ്മളുടെ ഫാമിലി. ഇപ്പൊ ഞാൻ മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സീരിയലിൽ മുത്തശ്ശിയായിട്ട് ക്യാരക്ടർ ചെയ്യുകയാണ്. നല്ലൊരു ക്യാരക്ടറാണ്, ത്രൂഔട്ട് വരുന്നതാണ്, കുഴപ്പമില്ലാതെ പോകും. മാധവനും ചന്ദ്രികയാണ് ലീഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. അതിന്റെ മാധവന്റെ അമ്മയായിട്ടാണ് ഞാൻ. മകന്റെ എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കുചേർന്ന് മകനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് മകന് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുകയും കണ്ണീരൊഴുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധു സ്ത്രീയായിട്ടാണ്. പിന്നെ മാധവനെ മാത്രമല്ല, മാധവൻ 5 മക്കളുണ്ട്. ആ മക്കളെ എല്ലാവരെയും സ്നേഹിക്കും, മാധവന്റെ ഭാര്യയെ സ്നേഹിക്കും. ആരോടും അങ്ങനെ വെറുപ്പൊന്നുമില്ലാതെ വളരെ ശുദ്ധയായ ഒരു സ്ത്രീ. അതാണ് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കലാരംഗത്ത് വന്നിട്ട് എനിക്ക് ഒരു 17 വയസ്സൊക്കെ ഉള്ളപ്പോൾ വന്ന. ഞാൻ ആദ്യം നാടകത്തിലായിരുന്നു. ചങ്ങനാശ്ശേരി ഗീതയുടെ സാക്ഷി എന്ന നാടകത്തിലൂടെയാണ് ഞാൻ ഫീൽഡിൽ വരുന്നത്. അത് കഴിഞ്ഞ് വൈക്കം മാളവ്യ, സൂര്യസോമ, ചാലക്കുടി സാരഥി, കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ്, തിരുവനന്തപുരം സങ്കീർത്തന, സൗപർണിക, അങ്ങനെ ഒത്തിരി നാടകങ്ങൾ അഭിനയിച്ചു. ഏതാണ്ട് 5000-നകത്തുള്ള ഒരു സ്റ്റേജിൽ നാടകം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഈ സീരിയൽ ഫീൽഡിലേക്ക് വന്നത്. കുറെ സിനിമകളും ചെയ്തിട്ടുണ്ട്. ദിലീപിന്റെ അമ്മയായിട്ട്, ജയസൂര്യയുടെ അമ്മയായിട്ട്, കലാഭവമണിയുടെ അമ്മയായിട്ട്, ജഗതി ശ്രീകുമാറിന്റെ അമ്മയായിട്ട് ഒക്കെ ഞാൻ വേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പം മമ്മൂട്ടി കമ്പനിയുടെ ഒരു പടത്തിൽ ഒരു ചെറിയ വേഷമൊന്നും പറയാനല്ല, ചെറുത്, എന്നാലും എനിക്കത് ഇഷ്ടമാണ്. ഒരു തമിഴ് ക്യാരക്ടറാണ്, കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് അതൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ സീരിയലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 സീരിയലുകൾ ചെയ്യുന്നുണ്ട്. നാടകത്തിൽ വന്നത് എനിക്ക് ശരിക്കും നമ്മുടെ നാട് ഇടുക്കിയാണ്. അങ്ങനെ നമ്മുടെ ഇടുക്കി ഹൈറേഞ്ച്. അപ്പൊ അവിടെ ഈ വർഷത്തിലും ഒക്കെ വിഷുവിന്, പിന്നെ ഓണത്തിന്, അങ്ങനെയൊക്കെ ഉള്ള ഓരോ പിന്നെ ഉത്സവങ്ങൾ വരുമ്പോഴത്തേക്കും അവിടെയൊക്കെ ഉള്ള കുറെ ആൾക്കാര്, അവിടെയുള്ള ചേട്ടന്മാരൊക്കെ നാടകം ഇങ്ങനെ അമച്ചർ നാടകം കളിക്കുമായിരുന്നു. അമച്ചർ നാടകം. അപ്പൊ അതിങ്ങനെ പോയി കാണുന്നതും, നമ്മൾ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ, അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നാലും സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ അത് കാണുന്നതും, മൈക്കിൽ കൂടെയുള്ള ശബ്ദവും, മേക്കപ്പ്, ചുണ്ടത്തിൽ ലിപ്സ്റ്റിക് തേക്കുന്നത്, അതൊക്കെ എനിക്ക് അന്നേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഥാപ്രസംഗമൊക്കെ ചെറുതിലെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അന്ന് ഞാൻ തീരെ ചെറുതായതുകൊണ്ട് ഈ കാഥികനെ കാണത്തില്ലെന്ന് ആൾക്കാർ പറയുമ്പോൾ ഒരു സ്റ്റൂളെ കയറ്റി നിർത്തിയിട്ടാണ് ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊക്കെ സപ്തസ്വരങ്ങൾ വരെ ഇച്ചിരി സംഗീതമൊക്കെ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തുടർന്നൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അങ്ങനെ പിന്നെ ഞാൻ ഈ ഫീൽഡിലെത്തി. അമച്ചർ നാടകം അങ്ങനെ വളരെ കുറച്ച്, അതായത് ഒരു 5-8 നാടകമൊക്കെ കളിച്ച് കാണണം. അത്ര ഇതിൽ അമച്ചർ നാടകം കളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അറിയുന്ന ആ നാടകത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ ആ ചേട്ടന്റെ കെയർ ഓഫിലാണ് ഞാൻ ചങ്ങനാശ്ശേരി ഗീതയിൽ ആദ്യമായിട്ട്, ചാച്ചപ്പൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ അഭിനയിക്കാനായിട്ട് വരുന്നത്. അത് നമ്മൾക്ക് ഈ കഥാപ്രസംഗം പഠിച്ചതുകൊണ്ടായിരിക്കണം എനിക്ക് അതിനൊരു ടൈമിംഗ് ഉണ്ട്. നാടകത്തിനൊരു എല്ലാത്തിനും ഒരു താളത്തിലല്ലേ ഇത് പറയുന്നത്, അല്ലാതെ അപ്പൊ അത് വിട്ടുപോയാൽ പിന്നെ നമ്മൾ അഭിനയിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ഈ കഥാപ്രസംഗം പഠിച്ചത് കൊണ്ട് എനിക്ക് ഡയലോഗ് പ്രസന്റേഷൻ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. പിന്നെ തെറ്റുകളൊക്കെ സ്റ്റേജിൽ ഇഷ്ടം പോലെ പറ്റിയിട്ടുണ്ട്. ഇടത്തൂടെ കയറേണ്ടതിന് വലത്തൂടെ ഒക്കെ വന്ന് കയറിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പിന്നെ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. വഴക്കൊക്കെ കിട്ടും, സംവിധായകന്റെ കയ്യിൽ നിന്ന് വഴക്കൊക്കെ കിട്ടും. എന്നാലും പിന്നീട് അങ്ങോട്ട് ഞാൻ അഭിനയിച്ച എല്ലാ നാടകങ്ങളിലും ഞാൻ സെൻട്രൽ ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരുന്നത്. നായിക ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രശസ്തമായ എസ്.എൽ. പുരത്തിന്റെ കല്ലുകൊണ്ടൊരു പെണ്ണ്, ചാലക്കുടി സാരഥിയുടെ ഫസഹ്, അതൊക്കെ എൻ്റെ ഹിറ്റ് നാടകങ്ങളിലൊന്നാണ്.
അതാ കല്ലുകൊണ്ടൊരു പെണ്ണൊക്കെയാണ് പിന്നെ സിനിമയായത്. പിന്നെ നാടകത്തില് നമ്മള് സമയത്തിനൊന്നും ചിലപ്പം ചെല്ലൂലല്ലോ, ചിലപ്പോൾ വണ്ടിയൊക്കെ വഴിക്ക് കേടായി പോകും. അങ്ങനെയൊക്കെ താമസിച്ച് ചെല്ലുമ്പോൾ ഭാരവാഹികളൊക്കെ ഒരുപാട് വഴക്ക് പറയുകയും പിന്നെ ചിലരെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് മുറിക്കകത്ത് പിടിച്ച് കൂട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. എങ്കിലും താമസിച്ച് പല സ്ഥലങ്ങളിലും ചെന്ന് 1 മണിക്ക് രാത്രി 3 നാടകവും 4 നാടകമൊക്കെയാണ് അന്ന് നമ്മൾ കളിക്കുന്നത്. ഒരു മണ്ണിട്ട താഴ്ന്നു പോകത്തില്ല, അത്ര ജനമായിരുന്നു അന്ന് നാടകം കാണാൻ. 7 മണി ആയാലും ആളുകൾ പോകില്ല, ആളുകൾ ആ നാടകം ഫുള്ള് കണ്ടിട്ടേ പോകുള്ളൂ. പിന്നെ ഞങ്ങള് പസക എന്നൊക്കെ പറയുന്ന നാടകം കളിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ പറയുന്ന ഡയലോഗ് ഞങ്ങൾ പറയുന്നതിനേക്കാൾ മുമ്പ് ഓഡിയൻസ് പറയും. എന്നാന്ന് വെച്ചാൽ അത്രയും പ്രാവശ്യം കണ്ടു കഴിഞ്ഞ ഓഡിയൻസ് ആണ് പിന്നെ നാടകം കാണാനുള്ളത്. അടുത്തടുത്തുള്ള അമ്പലങ്ങളിൽ ദൂരെയാണെങ്കിലും ആൾക്കാർ വന്നിരുന്ന് ഇഷ്ടംപോലെ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഇനിയിപ്പം നമുക്ക് അങ്ങോട്ട് അത്ര നാടകം ചെയ്യാൻ പറ്റില്ല. എന്നാന്ന് വെച്ചാൽ പ്രായമാകും തോറും നമ്മുടെ ഒരു എന്നാ പറയുന്ന ഒരു പവർ അത് നമുക്ക് കുറയും. അപ്പോൾ സ്റ്റേജിലൊക്കെ നിൽക്കാൻ ഇനിയും പാടായിരിക്കും എന്ന് തോന്നും. സീരിയലിലേക്കാണ് വന്നത്. സൂര്യയിലെ ഒരു സീരിയലിലാണ് ആദ്യം വന്നത്. VN മോഹൻദാസ് സാറിന്റെ ഒരു സീരിയലാണ് ഞാൻ ചെയ്തത്, സൂര്യ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാളത്തേക്ക് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെയാണ് സീരിയലിനകത്ത് കിട്ടിയത്. ഇപ്പോൾ മഞ്ഞുരുകും കാലം എന്ന് പറഞ്ഞൊരു സീരിയൽ ഞാൻ ചെയ്തു. അവിടെ തൊട്ട് ഇങ്ങോട്ടാണ് എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു ബ്രേക്ക് ഉണ്ടായെന്ന് പറയുന്നത്. ഇപ്പോഴും ആ മഞ്ഞുരുകും കാലം നല്ല എന്നാണ് ഭയങ്കര കമന്റുകളൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. ചാനലിലൊക്കെ, യൂട്യൂബ് ചാനലുകളിലും ഫേസ്ബുക്കിലും എല്ലാം ഇഷ്ടംപോലെ കമന്റ്സ് വരാറുണ്ട് എന്നെപ്പറ്റി. അത്ര ഒരു ദുഷ്ടയായ ഒരു കൊച്ചിനെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്ന ദുഷ്ടയായ ഒരു സ്ത്രീയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ. പസക ആദ്യമൊക്കെ ഇറങ്ങിയപ്പം പിന്നെ ഇത് എല്ലാ രീതിയിലും ഉണ്ടല്ലോ, കുറെ ആൾക്കാർ കാര്യം അറിയാതെ എടുത്ത് ചാടി ബഹളം ഉണ്ടാക്കുന്ന കുറെ ആൾക്കാർ എല്ലാ തരത്തിലും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെയെങ്കിലും വല്ല അങ്ങ് വടക്കൊരു സ്ഥലത്ത് മലപ്പുറം ആ ഭാഗത്താണെന്ന് തോന്നുന്നു പസക ഈ ബാങ്ക് വിളിക്കുന്നത് വെളുപ്പിനെയുള്ള സുബഹീൻ എന്നല്ലായിരുന്നു പറയുന്നത്, അങ്ങനെയാ പറയുന്നതെന്ന് തോന്നുന്നു. ആ ബാങ്ക് കേൾക്കുമ്പോഴാണ്, ആ ബാങ്കോട് കൂടിയാണ് ഈ നാടകം ആരംഭിക്കുന്നത്, ബാങ്ക് വിളിക്കുന്നത്. അപ്പോൾ തന്നെ പുറത്തുനിന്ന് ആളുകൾ സ്റ്റേജിലോട്ടൊക്കെ പുറത്തോട്ട് ഭയങ്കര ബഹളം വെക്കുകയൊക്കെ ചെയ്തു, ഇവിടെ കളിക്കാനൊക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറെ ഭാരവാഹികളെ എല്ലാവരും കണ്ട് അവരൊക്കെ സംസാരിച്ച് നാടകം കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നാടകത്തിന് പിന്നെ അതിനെ ഈ പിന്നെ ഒരു മുസ്ലിം കഥയാണത്. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം അതിനകത്ത് പറഞ്ഞിട്ടില്ല. ആൾക്കാർ നല്ല രസിച്ചിരുന്ന് കാണുന്ന ഒരു നല്ലൊരു നാടകമായിരുന്നു പസക. കേരളപുരം കലാം എന്ന് പറഞ്ഞ സാറായിരുന്നു അതിന്റെ ഡയറക്ടർ, അല്ല റൈറ്റർ. പിന്നെ ഡയറക്ഷൻ ചെയ്തത് തിലകൻ ചേട്ടന്. നല്ല ഹിറ്റ് നാടകമായിരുന്നു. തിലകൻ ചേട്ടൻ്റെ കൂടെ ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല, ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ എന്നെയൊക്കെ ഒരുപാടിട്ട് കരയിച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ ശരി, അവരുടെയൊക്കെ ആ ഒരു ലെവലിലെത്താൻ നമ്മളെ കൊണ്ട് അന്നേരം അറിയത്തില്ല. നമ്മൾ വന്നു കഴിഞ്ഞ് നമ്മളിങ്ങനെ അഭിനയിക്കുന്നു, കുറെ നാടകങ്ങൾ ഇങ്ങനെ അഭിനയിച്ചു എന്നുള്ളതല്ലാതെ ആ മ്യൂസിക്കൊക്കെ ഇട്ട അതിൻ്റെയൊക്കെ ആ വേരിയേഷൻ അനുസരിച്ചുള്ള ചലനങ്ങളും അതേ രീതിയിലുള്ള സംസാരങ്ങളും ഒക്കെ നാടകത്തിൽ വേണം. അങ്ങനെ അത് നമുക്കറിയത്തില്ല. നമ്മളൊരു മ്യൂസിക് ഇട്ട ആ മ്യൂസിക് തീർന്നു കഴിയുമ്പോൾ ഓക്കെ, നമ്മൾ അങ്ങനെയാണ് നമ്മളുടെ മനസ്സിലുള്ളൊരു ധാരണ. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു രാഘവൻ മാഷായിരുന്നു അതിന്റെ പിന്നെ മ്യൂസിക് സംഗീത സംവിധാനമൊക്കെ ചെയ്തത്. അപ്പൊ പുറത്തുനിന്ന് ഇങ്ങനെ നമ്മൾ ഓടി വന്ന് ഇങ്ങനെ കരഞ്ഞ് വെല്ലുവായിലെ കരഞ്ഞ് നമ്മളിങ്ങനെ അണച്ചു നിൽക്കും. അവിടുന്ന് പിന്നെ നമ്മൾ വേറൊരു മ്യൂസിക്കിൽ അവിടുന്ന് ഓടി വന്ന് ഇതൊക്കെ നമ്മൾ വളരെ ലൈവായിട്ട് ചെയ്യണം. കസേരയിൽ വന്നിരിക്കും. അങ്ങനെയൊക്കെയുള്ള പല തലത്തിലുള്ളൊരു മ്യൂസിക്കായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ ചെയ്തു എന്നല്ലാതെ അതിന്റെ അർത്ഥമോ വ്യാപ്തിയോ ഒന്നും അതെനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതെല്ലാം തിലകൻ ചേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെ നല്ലൊരു നാടകം, നല്ലൊരു വേഷം ഞാൻ അതിനകത്ത് ചെയ്തു. പിന്നെ വഴക്ക് പറയും. മൈക്കൊക്കെ വെച്ചാണ് റിഹേഴ്സൽ സമയത്ത്. നമ്മൾ ആ മൈക്കിന്റെ പുള്ളിയുടെ ഒരു ഭയങ്കര മുഴക്കമുള്ള ഒരു കനത്ത ശബ്ദമല്ലേ, അത് കേൾക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ നിന്ന് എനിക്ക് ഇങ്ങനെ തീയാ വരുന്നത്. അപ്പൊ പേടിയാ സത്യത്തിൽ. എല്ലാവർക്കും പേടിയുണ്ട് തിലകൻ ചേട്ടനെ, എന്നാലും എനിക്കാണ് കൂടുതൽ പേടി. ഞാനന്ന് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളാ. അപ്പൊ എനിക്ക് അത്ര എക്സ്പീരിയൻസും ഇല്ല, പ്രായം കുറവാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒടുവിൽ ഞാൻ കരഞ്ഞുകൊണ്ട് അകത്ത് കയറി ഓടിപ്പോക്കളഞ്ഞു. എന്നാന്ന് വെച്ചാൽ അതുപോലെ ഇട്ട് എന്നെ വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കൂടെ ഇരുന്നവരോട് പെണ്ണിനെ ഇങ്ങോട്ട് പുറത്തോട്ട് വിളിച്ചിറക്കിക്കൊണ്ട് വാന്ന് പറഞ്ഞു.
അപ്പൊ എല്ലാം ഞാൻ പറഞ്ഞു, ഞാനിനി നാടകത്തിലൊന്നും അഭിനയിക്കത്തില്ല, ഞാൻ പോവുക, ഞാനിനി ഇവിടെ ഇനി ഇല്ലെന്ന് പറഞ്ഞു. അത് പുതുക്കാടെന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ വെച്ചാണ് റിഹേഴ്സലൊക്കെ ഇടുന്നത്. അപ്പൊ അവിടെ ഇരുന്ന് അങ്ങനെ ദേഷ്യപ്പെട്ടപ്പോ ഞാൻ ഇറങ്ങി ചെല്ലത്തില്ല. അപ്പൊ കരഞ്ഞു കരഞ്ഞ ഒടുവിൽ എനിക്ക് ശബ്ദമില്ല, ഒച്ച വെളിയിലോട്ട് വരുന്നില്ല, ഇങ്ങനെ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പൊ തിലകൻ ചേട്ടൻ ആ നാടകത്തിലെ ഈ മൊഴി ചൊല്ലിയിട്ട് നിന്ന് കരയുന്ന ഒരു സീനുണ്ട്. പിന്നെ ആ സമയത്ത് നമ്മുടെ ശബ്ദം, തിലകൻ ചേട്ടൻ പറയുന്നത് വികലമായിട്ട് കരയണമെന്ന് പറയും. ഈ വികലമായിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കരയാൻ. അപ്പൊ വികലമായിട്ട് അത് നമ്മൾക്ക് ശബ്ദമില്ല, ആ കരച്ചിലിന് ശബ്ദമില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെയല്ല ഞാൻ കാണിച്ചു തന്നു, അതുപോലെ ഇയാള് ചെയ്യും, പിന്നെ കാണിച്ചു തരൂല, പറ എല്ലാരും അങ്ങ് വല്ലാതെയായി. പക്ഷെ ഞാൻ ഒടുവിൽ കരഞ്ഞു കൂടി വിളിച്ച് അകത്ത് കയറിപ്പോയി. അങ്ങനെയാണ് പിന്നെ എല്ലാവരും കൂടെ ഉന്തിത്തള്ളി വന്നു. ഇനി അഭിനയിക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കരഞ്ഞപ്പോ എന്നാ ശബ്ദമില്ല, ആ അടച്ച ശബ്ദത്തിൽ നിന്ന് കുറേശ്ശെ ശബ്ദം വെളിയിലോട്ട് വരും, അതാണ് വികലമായ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും എനിക്ക് ഇത്രയും പ്രായമായിട്ട് ഞാൻ നിന്ന് പറ്റുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല ശിക്ഷണത്തിന്റെ കീഴിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് കുറെ ഡയറക്ടേഴ്സ് ഉണ്ട് അങ്ങനെ. ആദ്യമായിട്ട് വന്നത് ചങ്ങനാശ്ശേരി ഗീതയുടെ ചാത്തപ്പൻ ചേട്ടൻ, പിന്നെ കരകുളം ചന്ദ്രൻ ചേട്ടൻ, അങ്ങനെയൊക്കെ കുറെ ആൾക്കാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പേടിയാ, പിള്ളേർ സെറ്റിനൊക്കെ എന്നെ പേടിയാ. ഒരു ദിവസം ഞാൻ മാർജിൻ ഫ്രീ മാർക്കറ്റിലെ സാധനം വാങ്ങിക്കാനായിട്ട് ചെന്നപ്പോ ഒരു അമ്മയുടെ പുറകിൽ നിന്ന് ഇത്രയും ഉള്ളൊരു കുഞ്ഞ് പുറകിൽ നിന്നുകൊണ്ട് എന്നെ ഇങ്ങനെ നോക്കുന്നു, പേടിച്ചിട്ടാ. അതുമാതിരി പിന്നെ ഇഷ്ടമില്ല എന്നെ പിള്ളേർക്കൊന്നും. വലിയൊരു തന്നെ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഇറങ്ങും പറയും, എന്റെ അമ്മയെ അല്ലെ ആന്റി എന്നതാണ് നിങ്ങൾ ആ മഞ്ഞൂരും കാലത്തിൽ ആ കുഞ്ഞിനെ ഇട്ടിങ്ങനെ കാണിച്ചത്, ജോയിസ് സാറിന്റെ വർക്കാണ്. പക്ഷെ അത് എന്നെ ഒരു കഥയായിരുന്നു. അത് കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതാണെങ്കിലും ആൾക്കാർക്ക് എങ്ങനെ എന്റെ ഫോട്ടോ എടുത്തത് പാമ്പിന്റെ ഒക്കെ തല ഇങ്ങനെ വെച്ചിട്ട് കമന്റ് പറയുന്നുണ്ടായിരുന്നു. അത്ര ക്രൂവലായിട്ടുള്ള ഒരു തള്ളായിരുന്നു. ഒറ്റ ഭാഗം കുഞ്ഞിനെ തിന്നാൻ കൊടുക്കില്ല. അങ്ങനെയൊക്കെയുള്ള അതിനെ ഇട്ടങ്ങ് ബുദ്ധിമുട്ടിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. സിനിമയില് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ദിലീപിന്റെ അമ്മയായിട്ട് ചക്കരമുത്തം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ അഭിനയിച്ചത്. ചക്കരമുത്തിനകത്ത് ദിലീപിന്റെ അമ്മയായിട്ട് പുറംപണിക്കൊക്കെ പോകുന്ന ഒരു സാധാരണ ഒരു ചെറിയ വീട്ടിലത്തെ ഒരു അമ്മയായിട്ട്, ദിലീപും വേറൊരു കുട്ടി മകളും, അങ്ങനെ 2 മക്കളുടെ ഒരു അമ്മയായിട്ട് പാടത്തും പറമ്പിലും ഒക്കെ പോകണം. പിന്നെ ദിലീപുമായിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കും അതിനകത്ത് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പറ്റുമായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾക്ക് പ്രോമിറ്റ് ചെയ്തൊന്നും തരൂല്ല, നമുക്ക് പറഞ്ഞു തരുമല്ലോ. നമ്മൾ ആദ്യമേ സ്ക്രിപ്റ്റ് ഒക്കെ തരും, എല്ലാം ഞാൻ പഠിച്ചു. എനിക്ക് എന്റെ ഡയലോഗ്, എനിക്ക് ആ പിന്നെ സിനിമയ്ക്കകത്ത് എത്ര വേഷമുണ്ട് അത് ഫുള്ള് എനിക്ക് കാണാപ്പാടാണ്. പക്ഷെ ആക്ടിവിറ്റിയോട് ചെയ്യേണ്ട ഇത് വന്നു കഴിയുമ്പോൾ ഞാൻ മറന്നു പോകും, ടെൻഷനാണ്. ഒരുപാട് ജനങ്ങൾ കാണാനായിട്ട് വന്നേക്കും, ദിലീപിനെയൊക്കെ കാണാൻ, കാവ്യൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നേക്കും. അപ്പം അവരെന്തോ ഈ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, എല്ലാം മറന്നു. അപ്പൊ അതിനകത്ത് കുറെ സമയമൊക്കെ ദിലീപ് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു, ഞാൻ പറഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്കകത്ത് പിന്നെ വേറെ അത്ര വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അത് വലിയൊരു ലെങ്തി ഡയലോഗാണ്. അപ്പൊ നമ്മൾ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് വേണം. അതായത് പറമ്പിലും പാടത്തൊക്കെ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അവര് കൊണ്ടുവന്ന് ഈ നെല്ല് പുഴുങ്ങി ഉണക്കി ഉണക്കാൻ വേണ്ടിയിട്ട് ഈ പരമ്പിൽ ഇങ്ങനെ ഇടുന്നതും, പിന്നെ അത് ആദ്യമേ കാലുകൊണ്ട് ഇങ്ങനെ ചിക്കി നിരത്തിയിട്ട് പിന്നെ കുനിഞ്ഞ് നിന്ന് ഇങ്ങനെ കൈ കൊണ്ടാക്കണം. എന്നിട്ട് പിന്നെ ആ കലമൊക്കെ എടുത്തോണ്ട്, ഇതെപ്പോഴൊക്കെ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ആ കലമൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയി അതിന്റെ വെള്ളം കമത്തി കളഞ്ഞ് ബാക്കിയുള്ള അരി കൊണ്ടുവന്ന്, നെല്ല് കൊണ്ടുവന്ന് ഈ ചെറിയ വീടിന്റെ ബാക്കിൽ ഒരു തട്ടുണ്ട്, അവിടെ കൊണ്ടുവന്ന് നിരത്തി ഇട്ടിട്ട് കുടത്തിൽ പോയി വെള്ളം എടുത്ത് കുടിച്ച്, ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചോണ്ട് അകത്തോട്ട് കയറി പോണം. അത്രയും സമയമുണ്ട്. അത് ഒറ്റ ടേക്കാ. അയ്യോ, അത് ഞാൻ ഒത്തിരി വെള്ളം പിടിച്ചു. എന്നാലും പറഞ്ഞു, നല്ലതായിരുന്നു. ജയസൂര്യ എന്നോട് പറഞ്ഞു, ഇത്രയും നല്ല ഒരു ആർട്ടിസ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു ചേച്ചി, അതുപോലെ നന്നായിട്ട്. അത് 10ാം നിലയിലെ തീവണ്ടി എന്ന് പറഞ്ഞ ഒരു സിനിമയായിരുന്നു. അതിനകത്ത് ഇന്നസെന്റ് ചേട്ടന്റെ ഭാര്യയായിട്ടായിരുന്നു എന്റെ ക്യാരക്ടർ. അപ്പൊ അതും നല്ലതായിരുന്നു. ഇത്ര നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല എന്നൊക്കെ ജയസൂര്യ കമന്റ് പറയുന്നുണ്ടായിരുന്നു. ക്രൈം വിറ്റ്നസ് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമസ്കാരം.